നൃത്തമത്സരം കാഴ്ചവെക്കുന്നു. മഹേഷിന്റെ പ്രതികാരം. ഈ കഥ എന്ന് വെച്ചാൽ ഇടുക്കിക്കാരുടെയോ കട്ടപ്പനക്കാരുടെയോ കഥയല്ല. ഇത് തയ്യൽക്കാരൻ മഹേഷിന്റെ കഥയാണ്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ കഥ. ഇത് ബാർബർ ബേബി. ഇതാണ് നമ്മുടെ കഥാനായകൻ തയ്യൽക്കാരൻ മഹേഷ് ഭാവന. ബേബി ചേട്ടന്റെ ബാർബർ ഷോപ്പിൽ നിന്ന് ഒരാൾ പാതി മീശയുമായി പോകുന്നത് കണ്ടല്ലോ. അതിന് ഞാൻ പാതിക്കാശല്ലേ വാങ്ങിക്കുന്നുള്ളൂ. ഓഹോ, പണ്ടിതുപോലെ പാതിക്കാശിന് പാതി ബ്ലൗസ് തയ്ച്ചതാ. അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ബേബി ചേട്ടന്റെ പോലെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ചെക്കന് പൊക്കം കുറവായത് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. TV 24 ഇഞ്ചാലും 42 ഇഞ്ചാലും റിമോട്ട് 6 ഇഞ്ച് തന്നെയല്ലേ? ഇത്രയും കാലം പെണ്ണുങ്ങളെ വീട്ടിൽ കയറ്റാത്ത നിന്റെ അച്ഛന് ഇപ്പൊ എന്താ ഒരു ക്യാമറ മോഹം? ഈ ക്യാമറ എത്ര സുന്ദരമെന്നാണ് ചാച്ചൻ പറഞ്ഞത്. വട്ടായോ? ബേബി, എടാ ബേബി, നീയും സുന്ദരനാണെന്ന്. ചാച്ചൻ ഇന്നലെ രാത്രി വാഴത്തോപ്പിൽ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ സൂചിയിൽ നൂല് കോർക്കുകയായിരുന്നു. ചാച്ചൻ ഇങ്ങനെ ഇരുട്ടത്ത് കോർക്കാൻ വെച്ചിരുന്നു. എനിക്ക് വെളിച്ചത്തിൽ പോലും പറ്റുന്നില്ലല്ലോ. മോനെ മഹേഷേ, സൂചിയിൽ നൂല് കോർക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം അത് നീ തിരിച്ചറിയണം. കേറ്റാൻ നമുക്ക് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കാം. മുതലാളിയുടെ ഡോബർമാൻ കുണ്ടിയിൽ അവിട്ട് വെച്ച് പൊട്ടിച്ചവൻ ക്രിസ്പിൻ. വല്ലുവനാണ് കപ്പന്റെ സെമിയിൽ മഹേഷേട്ടൻ സിക്സർ അടിച്ചവൻ ക്രിസ്പിൻ. ബാർബർ ക്രിസ്പിൻ. മിസ്റ്റർ ക്രിസ്പി, കണ്ടിട്ട് മുടിയൊട്ടുന്ന ആളാണെന്ന് തോന്നുന്നില്ല. ഫഹദ് ഫാസിൽ കട്ട്, വിൻ ഡീസൽ കട്ട്, ജോണി സിൻസ് കട്ട്. ഇവയൊക്കെ ചെയ്യുന്ന കട്ടപ്പനയിലെ ഏക സ്ഥാപനമാണ് ബേബി കട്ട്സ്. ഹൃതിക് റോഷൻ വരെ ഇവിടെ വന്ന് മുടി വെട്ടാറുണ്ട്. ഹൃതിക് റോഷനോ? കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ബേബി ചേട്ടൻ, മഹേഷ് ചേട്ടൻ, റീമ കല്ലിങ്കൽ, ഇവർ 3 പേരുമാണ് ദി ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? എന്താ? എന്നാ നാളെ തന്നെ വന്ന് ജോലിക്ക് കയറട്ടെ. നാളെ ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച വാ. എനിക്കൊരു പാവാട തയ്ച്ചു തരൂ. എന്താ മോളെ, പാവാടയൊക്കെ ടൈറ്റായോ? അളവെടുക്കും മഹേഷേട്ടാ. Chest out, hands up, chest പൊടിക്ക് down, പൊടിക്ക്. ready. Down, down. അല്ല, അത് ഇവിടെ പറഞ്ഞതാ. മഹേഷ് എ അല്ല, മഹേഷ് ബി, മഹേഷ് ഭാവന. മഹേഷ്, ഈ മുണ്ട് വെച്ച് എനിക്കൊരു പാന്റ് വെച്ചതാ. ഒരു മുണ്ട് പറിക്കുന്ന ഭ്രാന്തൻ ഇറങ്ങിയിട്ടുണ്ട്. മോഹഭംഗമായി
ശബരിമല ശാസ്താവാണ് സത്യം. ഈ പറിച്ച മുണ്ടിനെ മറുമുണ്ട് പറിക്കാതെ മഹേഷ് റോഡ് കൂടെ മുണ്ടെടുത്ത് നടക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. അപ്രതീക്ഷിതമായി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ട മഹേഷ് ഒരു പ്രതികാരദാഹിയായി മാറി. എന്റെ കാവിലമ്മേ, എനിക്ക് ശക്തി തരണമേ. ഇതെന്താ സർപ്പക്കാവോ? ഇവിടെ വന്നേ പിന്നെ പല സർപ്പങ്ങളും പത്തി വിട്ടെടുത്ത് തുടങ്ങി. ഛീ, ഇനി എന്റെ പുറകെ നടക്കരുത്. ചിച്ചി ചിച്ചി, പുറകിൽ നിന്നും കാണുന്നതിനേക്കാൾ മുന്നിൽ നിന്നും കാണുന്നതാണ് എനിക്കിഷ്ടം. ചേട്ടൻ എന്താ പ്രേമിച്ച പെണ്ണിനെ കെട്ടാതിരുന്നേ? വണ്ടിപ്പെണ്ണി, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ആരെങ്കിലും മേടിക്കോ? എന്റെ പ്രേമേട്ടാ. നീ മധുപകരു മലപ്പൊരിയും അനുരാഗ പൗർണമിയേ, നീ മധുപകരു. ആരടിയാ പോയവൻ? കുറച്ചു മുമ്പ് വന്നവൻ. ആരടിയാ വന്നവൻ? ഇപ്പൊ പോയവൻ. ആ ആരടിയാ വന്നിട്ട് പോയവൻ? പ്രേമേട്ടൻ. മഹേഷ് ഏട്ടാ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ശരി ഉത്തരം പറഞ്ഞാൽ ഞാൻ ചേട്ടനെ കല്യാണം കഴിക്കാം. ആ ചോദിക്കേ. കട്ടപ്പ എന്തിനാ ബാഹുബലിയെ കൊന്നേ? നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയല്ലേ? മഹേഷ് ഏട്ടാ, ഞാൻ അവനെ പറ്റി അന്വേഷിച്ചു. അവനൊരു സീസണൽ ഭ്രാന്തന. പണ്ട് ചാന്തുകുട്ടായിരുന്നു, പിന്നെ മായാമോഹിനി, ശൃംഗാരവേലൻ, നാടോടി മണ്ണൻ, പൊട്ടൻ, കൂനൻ, ഇപ്പൊ മുണ്ടുപറി സീസണാ. എന്റെ ഈശോ, ഈശോ അല്ല, മോസി. അവന്റെ ഭാര്യ വലിയ പ്ലെയറാ. പോരാത്തതിന് 6 പേരെ കളി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് വോളിബോൾ കേട്ടിട്ടില്ലേ? കരിക്കുന്നം സിക്സേഴ്സ്. നീ പോയി ഒരു മുണ്ട് വാങ്ങിച്ചിട്ട് വാ. ഏത് മുണ്ടോ? എന്നെ കണ്ടിട്ട് ഏത് മുണ്ടാണെന്ന് ചോദിക്കുന്നു. അത് വേണ്ട, അത് വേണ്ട. നീ ഏതെങ്കിലും ഒരു മുണ്ട് വാങ്ങിച്ചിട്ട് വാ. ഞാൻ ആ ബേബി ചേട്ടന്റെ കൂടെ പോകാം. ബേബി ചേട്ടാ വീടെത്തിയെന്നാ തോന്നുന്നേ. ബോക്സറാണോ? ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കളരിപ്പയറ്റ്. നിർത്ത്. ഞാൻ ഈ ബോക്സിന്റെ കാര്യം ചോദിച്ചു. ഓർമ്മയുണ്ടോ ഈ മുഖം? ബെത്ലഹേമിലെ ടെന്നീസ്. എത്രയോ നിർത്ത്. നിരഞ്ജന പറഞ്ഞ കെട്ടടാ താലി. പുല്ലേ, സിനിമ മാറിപ്പോയടാ. ഞാൻ എങ്ങോട്ടേ നോക്കുന്നേ? എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നല്ല മൂഡ് ആണോ എന്ന് നോക്കി സംസാരിക്കാൻ. ഇവിടെ നിറച്ച് പാന്റ് ആണല്ലോ, ഹോം പറിച്ച മുണ്ടൊക്കെ എവിടെ? വട്ടമാരെ പിന്നെ ചേട്ടൻ പാന്റ് മാത്രമേ ഇടാറുള്ളൂ. ഇനി ഒറ്റ വഴിയുള്ളൂ. മഹേഷേ വാ പോവാം. മഹേഷേ, ഇനി അവൻ മുണ്ടെടുക്കുമെങ്കിൽ അവന്റെ കല്യാണം വരണം. അതിനവൻ മഞ്ജുവായിട്ട് പിരിയണം. അതിനി ഒരാൾക്കേ കഴിയൂ. ആർക്ക്? കുടുംബം കലക്കലിന്റെ എല്ലാ കുത്തിത്തിരിപ്പും ആവാഹിച്ച ആ മൂർത്തിക്കുന്ന പേര് പവനായി എന്നാണ്. ഏതാ ഈ അലവലാതി? Look man, I am not an Alavaladi. I am Pavanai, a real professional divorce specialist. Milma പാൽ പിരിക്കാൻ, സ്പൂൺ കലക്കാൻ, പിന്നെ ഓറഞ്ച് പൊളിക്കാനല്ലേ? അതെ. ഇയാളെ നമ്മൾ പാചകത്തിനാണോ കൊണ്ടുവന്നത്? ലുക്ക് മാൻ, തീർന്നിട്ടില്ല. എന്റെ ഏറ്റവും യാരികമായ ആയുധം കാവ്യ മാധവൻ. തന്റെ പ്രതികാരത്തിനുള്ള ഒറ്റ ചോദ്യം ഇതാ. ഏതാ
ആയുധമാണ് താങ്കൾക്ക് വേണ്ടത്? ഹേയ്, ഈ ഇരിക്കുന്ന ഓഡിയൻസിന് അറിയാം എന്റെ ഉത്തരം. കാവ്യ മാധവൻ. ഭവൻജി, പ്ലീസ് ലോക്ക് കാവ്യ മാധവൻ. ഓപ്പറേഷൻ കാവ്യ മാധവൻ സ്റ്റാർട്ട്സ്. ചരിത്രം തിരുത്തിയെഴുതി പവനായുടെ തന്ത്രം വിജയിച്ചു. ദിലീപും മഞ്ജുവും പിരിഞ്ഞ് ഇന്ന് ദിലീപിന്റെയും കാവ്യയുടെയും കല്യാണമാണ്. അയ്യോ, സാധനം കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ നിക്കണോ? നിനക്കുള്ള സാധനം ഞാൻ തരാം. ആര് ചെട്ടിയാൻ? 6 ആഴ്ചത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ മഹേഷ് തിരിച്ചു വന്നിരിക്കുന്നു. ചില മുണ്ട് പറിക്കാനും ചിലത് ഒടുക്കാനും. കമോണ്ടാ, കമോണ്ടാ മഹേഷേ. ആദ്യം മുണ്ട് പറി, പിന്നെ വരാം. ഇനി മുതൽ നിന്റെ ഭാര്യ മഞ്ജു, അവൾ എന്റെ കോർട്ടിലാ കളിക്കാൻ പോകുന്നേ. അവളും ഞാനും അല്ലെങ്കിലും നല്ല അടിയായിരുന്നു. ഓഹോ, എങ്ങനെ? ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവൾ അതിൽ കയറി പിടിക്കും, പിന്നെ അതങ്ങ് വലുതാകും, അവസാനം അടിച്ചു പിരിയും. മഹേഷേ, ഈ മുണ്ടൊന്ന് പറിച്ചാൽ മതി നിന്റെ ജീവിതം മാറാൻ. അന്ന് തയ്യൽ കടയിൽ വെച്ച് പറിച്ചത് എന്റെ മുണ്ട. ബോക്സർ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? കമോണ്ടർ മഹേഷേ. അപ്പൊ എങ്ങനെയാ, തുടങ്ങുകയല്ലേ? ഓ പുല്ലേ, കടാ ഗുണ പറയാതെ കമോണ്ടർ. ആ, പറിക്കടാ, പറിക്കടാ. Shake hand. But I won't stand any sinister deal be short of my ass by any of the Zoltan bastards. I am Barber, baby. Just remember that. Shit! പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ചോദിക്കുക. ആ മുണ്ട് ഒന്നുകൂടി ഉടുക്കാമോ? തീർന്നിട്ടില്ല. ലുക്ക് മാൻ, നിനക്ക് ദിലീപിന്റെ മുണ്ട് പറിച്ചാ പോരെ? ഈ മുണ്ട് ഞാൻ അവന്റെ വീട്ടിൽ നിന്നും വളരെ നിസാരമായി അടിച്ചു മാറ്റിയതാണ്. ഇന്നാ പറിച്ചോളൂ. കമോണ്ട്ര മഹേഷേ, കമോണ്ട്ര. തോൽവികൾ ഏറ്റുവാങ്ങാൻ മഹേഷ് ഏട്ടന്റെ ജീവിതം ഇനിയും ബാക്കി.